ഇത് നെയ്യാർ ഡാമിൽ നിന്നും കാട്ടാക്കടയിൽ നിന്നുള്ള ഫാസ്റ്റും ലോക്കലും തമ്മിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ആക്സിഡൻറ്റ് ഉണ്ടായത്. ഇത് നെയ്യാർ ഡാം ഇറിഗേഷൻ്റെ താഴെയുള്ള ചാനലിൻ്റെ ബണ്ട് ഒരു 3 വർഷം മുമ്പ് ഇടിഞ്ഞതിന് ശേഷം നിരവധി തവണ ഇവിടെ ഇതുപോലെ ആക്സിഡൻറ്റുകൾ ചെറിയ ആക്സിഡൻറ്റ് നടക്കുകയും എന്നാൽ വന്ന ആക്സിഡൻറ്റ് പലപ്പോഴും വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായ അധികാരികളെ അറിയിക്കുകയും ഇവിടെ രാഷ്ട്രീയ സംഘടനകൾ എന്നുള്ള നിലയിൽ നമ്മൾ കൃത്യമായി ഇവിടെ 2 വർഷം മുമ്പ് സമരം ഉൾപ്പെടെ നടത്തിയിട്ടും ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ ഈ അപകട സ്ഥലം ഈ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് വലിയൊരു അപകടമാണുള്ളത്. ഏതാണ്ട് 20ഓളം പേർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡ്രൈവർ 1.5 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഇവിടെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും അടക്കമുള്ള ആൾക്കാർ 1.5 മണിക്കൂർ പണിപ്പെട്ടാണ് ഡ്രൈവറെ ബസ്സിൽ നിന്ന് ഊരിയെടുത്തത്. അദ്ദേഹത്തിനും നല്ല പരിക്കോടുകൂടി മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജ് മണിയറ ഇവിടെ കാട്ടാക്കട ഹോസ്പിറ്റലാണ് ഇവിടെ നിന്ന് പരിക്ക് പറ്റിയത്. നിരവധി പേര് സ്ത്രീകളാണ്. ഏറ്റവും അധികം സ്ത്രീകളും കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. മുഖത്തും തലയ്ക്കും ഉൾപ്പെടെ പരിക്കേറ്റുകൊണ്ട് ഹോസ്പിറ്റലാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ ഈ ഒരു മീറ്റർ കൂടി മാറിയിരുന്നെങ്കിൽ ഇതിപ്പോൾ പ്രതീക്ഷിച്ചതിന് വലിയൊരു അപകടമായി മാറുമായിരുന്നു. ഈ സൈഡ് വലിയൊരു ആഘാതമായ ഗുരുത്തമാണ്. ഇത് നെയ്യാർ ഡാമിൻ്റെ ഇറിഗേഷൻ ചാനലാണ്. ഈ ഭാഗം ഇടുക്കി ഭാഗമായിട്ടാണ് ഇവിടെ